മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് വിശ്വാസികളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്ന, അവരെ ടെംപ്റ്റ് ചെയ്യുന്ന വിധങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചത്. കള്ളം പറയുന്നു, മനസ്സ് കുരുടാക്കി കളയുന്നു, അതുപോലെ ദൈവവചനത്തിൽ ഉള്ള ട്വിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവവചനത്തെ വിശ്വസിക്കാതിരിക്കുന്നു എന്നുള്ളതും ചിന്തിച്ചു. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് ഭീതി ജനിപ്പിക്കുന്നു എന്നുള്ളതാണ്. എൻജെൻഡറിങ് ഫിയർ, ഭീതി ജനിപ്പിക്കുന്നു. ഈ ഭയം എന്ന് പറയുന്നത് ശരിയായ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് മുമ്പോട്ട് പുറപ്പെടുമ്പോൾ പേടി വന്നാൽ ശരിക്കും ആ പ്രവർത്തനം ഉദ്ദേശിച്ച രീതിയിൽ നടക്കുകയില്ല. അതുപോലെ തന്നെ ചില അൺവൈസായിട്ട് ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ച് പെട്ടെന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ, വരും വരാഴികളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ചില ആളുകളുണ്ട് പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിസമ്മതിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ ഭയത്താൽ മിണ്ടാതിരിക്കുന്നു. ചില കാര്യങ്ങൾ അവർ പറഞ്ഞാൽ അവർക്ക് എതിരായിട്ട് പ്രതികൂലം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി മിണ്ടാതെയിരിക്കുന്നു. വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞിരിക്കുന്നവർ അനങ്ങാതിരിക്കുന്നു. കാരണം വേറൊരു കമ്മ്യൂണിറ്റിക്കും പ്രശ്നം ഉണ്ടാകരുത്, എനിക്കും പ്രശ്നം ഉണ്ടാകരുത്, അങ്ങനെ ഇരിക്കുന്ന സാഹചര്യം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞങ്ങൾ സകലവിധ കഷ്ടം സഹിക്കുന്നു എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നതിന് ഡെവിൾ ചെയ്യുന്ന എല്ലാ റെസിസ്റ്റൻസും അത് അവരതിജീവിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഭയമില്ല. അതുകൊണ്ട് അതെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസും സഹപ്രവർത്തകരും പിശാചിൻ്റെ അറ്റാക്കിലായിരുന്നു. ദേ ആർ പ്രസ്ഡ് ഫ്രം ഓൾ സൈഡ്, എല്ലാ സൈഡിൽ നിന്നും ഒന്നിന് പുറകെ ഒന്നായിട്ട് സക്സസീവായിട്ട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നു കയറുകയാണ്. പൗലോസിനെ അടിച്ചു, കല്ലെറിഞ്ഞു, അറസ്റ്റ് ചെയ്തു, ശുശ്രൂഷ തടസ്സപ്പെടുത്തി. പൗലോസും സഹപ്രവർത്തകരും ശുശ്രൂഷ ഉപേക്ഷിപ്പാൻ സാത്താൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്. ഇന്നും ഇതുപോലെ തന്നെ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ദൈവവചനവുമായിട്ടുള്ള അതിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇന്ന് പലരും പേടിച്ച് ചെയ്യാതിരിക്കുന്നുണ്ട്. ഈ പേടിയൊക്കെ മാറി വിശ്വാസത്തിൽ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതും ആവശ്യമാണ്. കർത്താവിൽ ബിലീവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഭയം ഇന്ന് വിശ്വാസത്തെ തണുപ്പിക്കുന്നു. ഭയം ഭീരുത്വം, ശരിക്കും ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭീരുക്കൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളൊരു വാക്യമുണ്ട്. ആ ഭയം എന്ന് പറയുന്നത് ദൈവത്തെ അക്നോളജ് ചെയ്യുന്നതിനുള്ള ഭയമാണ്, ടെസ്റ്റിമണി വീക്കനാകുന്ന ഭയമാണ്. അതുകൊണ്ട് നമ്മൾ ധൈര്യശാലികളായിട്ട് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ മുമ്പോട്ട് പോകണം. കാരണം ഓരോ വിശ്വാസിയുടെയും കൂടെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ട്രൈയൂണിയൻ ഗോഡുണ്ട്, ദൈവമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കാപ്പാനായിട്ട് ദൈവത്തിൻ്റെ മാലാഖ വൃന്ദങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇത്രയും ഉള്ള സ്ഥിതിക്ക് ദൈവത്തിൻ്റെ പ്രോമിസ് അനുസരിച്ച് നമ്മൾ പ്രൊട്ടക്റ്റഡാണ്. നമ്മളെ ദൈവം സൂക്ഷിക്കും. അല്ലെങ്കിൽ തന്നെയും അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മിഷൻ അവിടെ എൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് നമ്മൾ ധൈര്യം കാണിക്കണം. കാരണം യേശുവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാം തന്നെ ആരും തന്നെ പീഡനമേൽക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ മാർട്ടേഴ്സായി തീരുകയും ചെയ്തവരാണ്. അല്ലാതെ അസുഖം വന്ന് മരിച്ചവർ ആയിട്ട് ഒന്നും ആരെയും നമ്മൾ കാണുന്നില്ല. കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്. അത് ശുശ്രൂഷ തടസ്സപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കും.
ഈ ഭയത്തിൽ നിന്നും എല്ലാം ദൈവം നമ്മളെ വിടുവിക്കും എന്ന് നമ്മൾ മറന്നു പറഞ്ഞു. രണ്ടാമത് ഈ പേടിയുടെ കാര്യം, ഭയത്തിൻ്റെ കാര്യം ആങ്സൈറ്റി മുഖാന്തരം ഉണ്ടാകുന്ന ഭയമാണ്. ആങ്സൈറ്റി മുഖാന്തരം ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയത്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിൽ കാക്കും. വറി വിൽ നോട്ട് ചേഞ്ച് ദ സിറ്റുവേഷൻ. നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ കൂടി പോയി നമ്മൾ ആങ്സൈറ്റി ആയിട്ട് വറി ആയാൽ അതിനകത്ത് ആ സിറ്റുവേഷൻ മാറത്തൊന്നുമില്ല. അതിന് ഇൻസ്റ്റഡ് വി നീഡ് ടു പ്രേ. നമ്മൾ എല്ലാ വറീസും കർത്താവിങ്കിലും അങ്ങോട്ട് ഇട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ വിതരണത്തിൽ ഓർക്കുക. നമുക്ക് ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ ആ ആങ്സൈറ്റിയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ജീവനത്തിനുള്ള ഓട്ടത്തിനിടയിൽ ഒരുപാട് വറീസ് വന്നു ചേരുന്നുണ്ട്. അതിലെല്ലാം തന്നെ ദൈവം നമ്മളെ വിടുവിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കാത്തുകൊള്ളുകയും ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിയറാണ് ഫിയർ ഓഫ് പോവർട്ടി എന്നൊക്കെ പറയുന്നത്. ദാരിദ്ര്യം വന്നു ചേരുന്നു, ജീവനത്തിനുള്ള ആവശ്യങ്ങളില്ലാതെ വരുന്നു എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 25 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇതൊന്ന് യേശുക്രിസ്തു പറഞ്ഞ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളെ ജീവനായിക്കൊണ്ടോ എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടോ വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലേ. വിചാരപ്പെടുന്നതിനേക്കാൾ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ വിചാരപ്പെടുന്ന ഒരു കാര്യം, ഇവിടെ ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും പാർപ്പിടത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഈ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ദ ഫിയർ ഓഫ് പോവർട്ടി കംസ് ത്രൂ ജനറൽ കവച്ചസ്നെസ് ഓഫ് ദ ഫോളൻ ഹാർട്ട്. വീണുപോയ ഹൃദയം, അവിടെയാണ് ദ്രവ്യാഗ്രഹം വരുന്നത്. കാരണം ഇപ്പോഴും നമ്മൾ ഈ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലും ദ്രവ്യം അല്ലെങ്കിൽ പണം ആവശ്യമാണ് ഇതെല്ലാം അക്വയർ ചെയ്യാൻ. എന്നാൽ ഈ പണം നമ്മളെ തന്നെ രക്ഷിക്കുകയില്ല. മണി ഈസ് നോട്ട് ദ സേവിയർ. അത് നമ്മളെ രക്ഷിക്കും എന്ന് വിചാരിച്ചാൽ പോലും പണം നമ്മളെ രക്ഷിക്കുകയില്ല. മത്തായി 6 നമ്മൾ വായിച്ച പോലെ നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാനായിട്ട് കഴിയുകയില്ല. ഒന്നിൽ നിങ്ങളുടെ ഹൃദയം സെറ്റിലാവും, മറ്റേതിനെ ഉപേക്ഷിക്കും. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ദ നെസസിറ്റീസ് ഓഫ് ദ ലൈഫ്. ദൈവസ്നേഹം മനസ്സിലാക്കിയവർക്ക് ദാരിദ്ര്യത്തെക്കുറിച്ച് പേടി ആവശ്യമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് പറയുമ്പോൾ, ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്കത് കണ്ണിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവസ്നേഹം മനസ്സിലാക്കിയവർക്ക് ദാരിദ്ര്യത്തെക്കുറിച്ച് പേടി ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവിനെ ആശ്രയിക്കാതെ സമ്പത്തിൽ ആശ്രയിച്ചാൽ ചിലപ്പോൾ ദാരിദ്ര്യത്തിലാകാം. ഒന്നുകൂടെ പറയാം. കർത്താവിനെ ആശ്രയിക്കാതെ സമ്പത്തിൽ ആശ്രയിച്ചാൽ ചിലപ്പോൾ ദാരിദ്ര്യത്തിലാകാം. ഇവിടെ 30-ാം വാക്യത്തിൽ 6:30 പറയുന്നത് ഇംഗ്ലീഷിൽ ഓ ഈ ലിറ്റിൽ ഫെയ്ത്ത്, പീപ്പിൾ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസിയെ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യയിലും ലോകത്തിലും ഒക്കെയുള്ള പോളിസീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ഒരു ചിന്തയിൽ
ഏതെങ്കിലും രീതിയിലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൽ കൂടി ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, ഈ 3 കാര്യങ്ങളിലെ എല്ലാ സർക്കാരും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അത് നമ്മൾ ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട എന്നുള്ളതല്ല പറയുന്നത്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. നമുക്ക് ദൈവം ഈ ലോകത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള വിഭവങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അത് പലരുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് പണത്തിൽ ആശ്രയിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ദരിദ്രരാകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ ഒരിക്കലും ദരിദ്രരാകത്തില്ല. ഏതെങ്കിലും രീതിയിൽ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. എബ്രായർ 13:5 നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതെ ഇരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്തല്ലോ. അവിടെയും കവച്ചസ്നെസ് ഇല്ലാതിരിക്കാനായിട്ട് പറയുന്നു. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. സിൽവറും അതുപോലെ അവൻ്റെ ജീവിതത്തിലെ വേണ്ടതായിട്ടുള്ള എല്ലാ ആദായവും കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. കാരണം ഈ കവച്ചസ്നെസ് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ അതിനുള്ള ദ്രവ്യാഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും. സോ ദ വേ ഓഫ് വിക്ടറി ഓവർ ദ ഫിയർ ഓഫ് പോവർട്ടി, പോവർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ പേടിയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ വിടുതൽ പ്രാപിക്കും എന്ന് ചോദിച്ചാൽ, ഒന്ന് ദൈവത്തിൽ ആശ്രയിക്കുക. ഹീ ഈസ് ദ പ്രൊവൈഡർ ഓഫ് എവറിത്തിങ്. അവനെല്ലാം നമുക്ക് ഒരുക്കിത്തരും. പിന്നെ രണ്ടാമത്, ദൈവം തന്നതിൽ നമ്മൾ സംതൃപ്തരാവുക. ബി കണ്ടന്റ് വിത്ത് വാട്ട് എവർ ഗോഡ് പ്രൊവൈഡ്. ദൈവം തന്നതിൽ നമ്മൾ സംതൃപ്തരാവാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്, ദൈവത്തിൻ്റെ വലിയ പ്രോമിസാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോമിസാണ് ഞാൻ പറയുന്നത്. ഈ നമ്മൾ പഠിച്ച ഈ മത്തായിയുടെ സുവിശേഷം 6:33, സീക്ക് ye first the kingdom of God and his righteousness. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ള മേളിൽ പറഞ്ഞ എല്ലാ ആഡ് ഓൺസും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ മറന്നുപോയി. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൊരു വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം. തിമോത്തിയോസിനോട് പൗലോസ് എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഈ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. ഇത് വലിയ ആവശ്യമായിട്ടുള്ള ഭാഗമാണ്. എല്ലാ പ്രത്യേകിച്ചും ശുശ്രൂഷന്മാരും ഈ ലോകത്തിൽ ജീവിക്കുന്നവരും ഇത് പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. 1 തിമോത്തിയോസ് 6:6-10 വരെ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നതാണ്. ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നുമില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങൾ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരും. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. സോ വെൻ ഗോഡ്ലിനെസ് ഈസ് ആഡഡ് ടു യുവർ ലൈഫ്, യു വിൽ ഫീൽ വെൽത്തി ഇൻഡീഡ്. ദൈവീകമായിട്ടുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനം, ആ ഗോഡ്ലിനെസ് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള വെൽത്ത് എന്താണ് നമുക്ക് ആവശ്യം. കാരണം ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടിതാവും കൺട്രോൾ ചെയ്യുന്നതായിട്ട് ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴും നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? സോ ദ ഫിയർ ഓഫ് പോവർട്ടി, അതൊരു വലിയ ഫിയറാണ്. നമ്മൾ നേരത്തെ 3 ഫിയറിനെ കുറിച്ച് പറഞ്ഞു. ആങ്സൈറ്റി, ഫിയർ ഓഫ് പോവർട്ടി, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ഫിയർ ഓഫ് ഈവിൾ, അടുത്ത ഇതാണ് ഈവിൾ എന്ന് പറയുന്നത്. കൂരിരുൾ പാതകൾ കൂടി നടന്നാലും ഞാനൊരു അർത്ഥവും ഭയപ്പെടുകയില്ല. ഐ വിൽ ഫിയർ നോ ഈവിൾ, ഗോഡ് ഈസ് വിത്ത് മീ. ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കൂരിരുൾ താഴ്വരകൾ കൂടി ഒന്ന് നടന്നു പോയാലൊന്നും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 23:4 പറയുന്നതാണ്. ഇന്നത്തെ നമുക്കറിയാവുന്നതാണ്. നീതി നിഷേധിക്കുന്നു, ജോലി കിട്ടുന്നില്ല, ഫോൾസ് അക്യൂസിഷൻ,
പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്കെതിരായിട്ടാണ്. റയോട്ട്സ് ഉണ്ട്, ടോർച്ചേഴ്സ് ഉണ്ട് ക്രിസ്ത്യൻസിനെതിരായിട്ട്, ഗ്രോയിങ് വയലൻസ് അഗൻസ്റ്റ് ചർച്ച്. അതുപോലെ നമ്മളെ എല്ലാ രീതിയിലും പീഡിപ്പിക്കാനായിട്ട് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവിൾ ഫോഴ്സസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാത്താനാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അവിടെയെല്ലാം നമുക്ക് ഫിയർ കൊണ്ടുവരാനായിട്ട്, ഒരു ഫിയർ സൈക്കോസിസ് കൊണ്ടുവന്ന് നമ്മളെ വീണ്ടും പിടിച്ച് വലിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുന്നു. എന്നാൽ കൂരുകളുടെ താഴ്വരകൾ കൂടി നീ നടന്നു പോയാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദൈവത്തിൻ്റെ വലിയ പ്രോമിസാണ്. കർത്താവിൻ്റെ മറവിടത്തിൽ നമ്മളായിരിക്കുകയാണ്, അവൻ്റെ സീക്രട്ട് പ്ലേസിൽ നമ്മളായിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നിനെയും നിങ്ങൾക്ക് ഭയപ്പെടാനില്ല എന്നുള്ള പ്രോമിസ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നു. അടുത്ത ഫിയർ ഓഫ് ടേക്കിംഗ് ചലഞ്ചസ് നമ്മൾ ഏറ്റെടുക്കുവാനായിട്ടുള്ള ഫിയർ. ഇന്ന് ഭയമുണ്ട് ചില ചലഞ്ചസ് എടുക്കാനായിട്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം യോശുവയ്ക്ക് കൊടുക്കുന്ന പ്രോമിസാണ്. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടിരുന്ന പോലെ നിന്നോട് ഇരിക്കാൻ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഇങ്ങനെ താഴോട്ട് ഒരുപാട് കാര്യങ്ങൾ 9-ാം വാക്യം വരെ ഞാൻ സമയച്ചുരുക്കം കൊണ്ട് വായിക്കുന്നില്ല. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉള്ളവരുണ്ട്. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുക. യോശുവയുടെ ലീഡർഷിപ്പിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. നോ മാൻ വിൽ ബി ഏബിൾ ടു സ്റ്റാൻഡ് ബിഫോർ യു ഇൻ ദ ഓൾ ഓഫ് യുവർ ഡേയ്സ് ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിൽ നിനക്കെതിരായിട്ട് ഒരു മനുഷ്യൻ നിൽക്കുകയില്ല എന്നുള്ള ആ വലിയ പ്രോമിസ് യോശുവ ഏറ്റെടുത്തു. യോശുവ 100% വിശ്വസിച്ചു. നമുക്കറിയാം യോശുവ എത്ര യുദ്ധങ്ങളാണ് നയിച്ചത്. ഇസ്രായേലിലെ എല്ലാ ശത്രുക്കളെയും യോശുവ തോൽപ്പിച്ചു. ദൈവം സഹായിച്ചു. യോശുവ തോൽപ്പിച്ചതെന്ന് ദൈവം സഹായിച്ചു. കാരണം ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നു. എരീഹോ പട്ടണം പിടിച്ചു. ആകെ പ്രയാസമായത് ആയി പട്ടണം പിടിക്കാൻ പോയപ്പോൾ മാത്രമാണ്. അത് ആഖാൻ പാപം ചെയ്തുകൊണ്ടാണ് നമുക്കറിയാം. അല്ലാതെ എല്ലാ രീതിയിലുമുള്ള ജയം അവിടെയും പിന്നെയും ജയിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ ജയവും യോശുവയ്ക്ക് കിട്ടാനുള്ള കാരണം ദൈവത്തിൻ്റെ പ്രോമിസ് അവനോടുണ്ട്. എല്ലാ ചലഞ്ചസും ഏറ്റെടുക്കുന്നതിന് ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പാത വിട്ടല്ല പോകുന്നത്, ദൈവത്തിൻ്റെ അഡ്വൈസ് അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ള ചിന്ത ജോഷുവയ്ക്ക് ഉള്ളതുകൊണ്ട് ജോഷുവയ്ക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഉറപ്പുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ നിയമം രാവിലും പകലിലും അവൻ്റെ ധ്യാനമായിരുന്നു. അവിടെയാണ് അവന് ആ ഫിയർ മാറിപ്പോയത്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രസൻസും അവനുണ്ടായിരുന്നു. അടുത്ത ഒരു ഫിയർ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ സമയം ഇവിടെ എൻഡ് ചെയ്യുന്നു. ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഇന്ന് രക്ഷയുടെ നിർണയം ഇന്ന് പലരിലും ഇല്ല. ഇന്ന് ആളുകൾക്ക് ദൈവം ന്യായം വിധിക്കും എന്നുള്ള പേടിയിൽ ജീവിക്കുന്നവരുണ്ട്. ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 1 ജോൺ 4:17-19 വരെ. 1 ജോൺ 4:17-19. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകാൻ തക്കമാണ്. ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവനിരിക്കുന്ന പോലെ നാം ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചുകൊണ്ട് നാം സ്നേഹിക്കുന്നു. എന്നാൽ സ്നേഹമുള്ളിടത്ത് ഭയമില്ല എന്നുള്ളതാണ്. ഇന്ന് രക്ഷയുടെ നിർണയത്തെക്കുറിച്ച് പലപ്പോഴും പിശാച് നമ്മളെ ആക്രമിക്കും. നമ്മുടെ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മളെ ചോദ്യം ചെയ്യും. നമ്മൾ ചില സമയങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട്, അറിയാതെ പാപങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ചില ആൾക്ക് അവർ നിൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി, നീ ദൈവം തന്ന ഗ്യാരൻറ്റി ഓഫ് സാൽവേഷൻ ഇല്ല എന്നുള്ള വേണ്ടാത്ത ചിന്തകൾ പിശാച് ഉള്ളിൽ കൊണ്ടുവരും. അത് ഫിയറാണ്. അവിടെ ഫിയറാണ്. അവർ ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് അതിലാണ് നമുക്ക് ബോൾഡ്നെസ് ഉള്ളത്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബോൾഡ്നെസ് അതിനകത്താണുള്ളത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ആരെങ്കിലും പാപം ചെയ്താലോ നമുക്ക് കർത്താവ് നമ്മുടെ അഡ്വക്കേറ്റായിട്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് അവനുമായിട്ട് സമാധാനമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാപത്തിൽ വീണ് കഴിയുമ്പോൾ സഡൻ ഫിയർ വന്നിട്ട് നമ്മൾ ജഡ്ജ്മെൻറ്റിൽ അകപ്പെട്ടു പോയി എന്നുള്ള ഒരു ഫീലിംഗ് ചില ആളുകൾക്കുണ്ടാകും. അതുകൊണ്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലെ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകാൻ തക്കവണ്ണം സ്നേഹം നമ്മളോട് തികഞ്ഞിരിക്കുന്നു.
സ്നേഹത്തിന് ഭയമില്ല. അതിന് കർത്താവിൻ്റെ സ്നേഹം നമ്മളെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിൻ്റെ മകനായിരിക്കുന്നതുകൊണ്ട് ആ സ്നേഹത്തിൽ വസിക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നതാണ്. ഞാൻ മനഃപൂർവ്വം പോയി പാപത്തിൽ ചാടുന്നതല്ല. അതുകൊണ്ട് ആ ഗ്യാരൻറ്റി ഓഫ് സാൽവേഷൻ എൻ്റെ ജീവിതത്തിലുണ്ട്, അതെൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവുമായിട്ട് ആ പീസിലാണ്. വി ഹാവ് ദ പീസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമാധാനം നമുക്കുണ്ട്. ദാറ്റ് ഈസ് ദ അമേസിങ് ഗ്രേസ്. അവൻ്റെ കൃപയാലാണ്. ദാറ്റ് ഈസ് ഫിൽഡ് പീസ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ എന്താണ് ആ വലിയ പീസ്, ആ സമാധാനം എൻ്റെ ഹൃദയത്തിൽ വരികയാണ്. അങ്ങനെ വല്ലതും പാപത്തിൽ വീണുപോയാൽ ഞാൻ കൺഫസ് ചെയ്ത് റിപ്പൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഭീരുക്കളായിരിക്കരുത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഭീരുക്കളെല്ലാവരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഭയം ഇന്ന് നമ്മളെ ഭരിക്കുന്നുണ്ട്. ഇന്ന് ഭവനങ്ങളിൽ എടുത്തു നോക്കിയാലും ഒരുപാട് ഭയമുണ്ട്. തലമുറകളെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഒരുപാട് ഭയത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. തീർച്ചയായും ദൈവം ഈ വചനം മുഖാന്തരം ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ബോൾഡ്നെസ് ഉണ്ടെന്ന് നമ്മൾ മറന്നുപോകരുത്. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ സ്നേഹിച്ച വലിയ നിത്യസ്നേഹത്താൽ ഈ ഭയത്തെ കവിയുന്നതായിട്ടുള്ള സ്നേഹം, സ്നേഹത്തിൽ ഭയമില്ല. ദർ ഇസ് നോ ഫിയർ ഇൻ ലവ്. അതുകൊണ്ട് ഭയമുള്ളിടത്ത് സ്നേഹത്തിന് വരാനായിട്ട് പറ്റത്തില്ല. സ്നേഹം ഭയത്തെ കവർ ചെയ്യുന്നു, അതിനെ മാറ്റിക്കളയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ വചനത്താൽ നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ഓർത്ത് സ്തോത്രം. ഈ നാളുകളിലെ ഭയത്തിൽ കഴിയുന്ന ചില വ്യക്തികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെ രീതിയിലുള്ള ഭയമാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ദൈവം അതിൽ നിന്നെല്ലാം അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഭയം, എനിക്ക് എൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയം, പല രീതിയിൽ ഭീരുക്കളായി കഴിയുന്നവരുണ്ടല്ലോ കർത്താവേ. ആളെ ഫേസ് ചെയ്യാൻ കഴിയാതിരിക്കുന്നവരുണ്ടല്ലോ. ഞങ്ങളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയും ദൈവത്തിൻ്റെ സമാധാനം അവിടെ ഹൃദയങ്ങളിൽ നിറയ്ക്കട്ടെ. സ്നേഹം ഭയത്തെ കവർ ചെയ്യുന്നതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഭയപ്പെടുന്നവർ സ്നേഹത്തിൽ തികഞ്ഞവനല്ലല്ലോ. അതുകൊണ്ട് ദൈവം സ്നേഹിച്ചതുപോലെ നാമും ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിപ്പാനായിട്ട് കർത്താവെ ഞങ്ങളെയൊക്കെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാവി കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുകയും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭയപ്പെടുകയും ചെയ്യുന്ന ചില മാതാപിതാക്കൾ എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്ക് ദൈവം ധൈര്യം തരികയും ശക്തി തരികയും ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ ശോഭനമാണ്. അതൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല. നിങ്ങൾ ദൈവത്തിലൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ആ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? മാരേജ് നടക്കാതെ വിഷമത്തിലിരിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മാരേജ് നടക്കാത്ത ഭവനങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ അറിയാത്ത വഴികളിൽ നിന്ന് കർത്താവിൻ്റെ വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ച വരനെയോ വധുവിനെയോ അവിടെ എത്തത്തക്ക രീതിയിൽ കർത്താവെ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ അതങ്ങോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? അടുത്ത 3-4 മാസത്തിനകത്ത് വലിയൊരു മിറക്കിൾ ആ ഭവനത്തിൽ സംഭവിക്കും. ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കുമോ എന്ന് പ്രാർത്ഥിക്കുമോ? അറിയാത്ത വഴികളിൽ നിന്ന് ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ചിരുന്ന ദൈവം നമ്മുടെ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമോ? ജോഷുവയുടെ ജീവിതത്തിലെ ദൈവം കൊടുത്ത പ്രോമിസ് പോലെ ദൈവം എപ്പോഴും കൂടെ ഇരിക്കുമ്പോഴേ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുന്ന അനുഭവം ഇത് ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് തുടർമാനമായിട്ട് ഇത് കണ്ടെങ്കിലേ ഇതെന്ന് മനസ്സിലാവുള്ളൂ. ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെയുള്ള എപ്പിസോഡ് നിങ്ങളെടുത്ത് കാണണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ ഇട്ടാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.